ഈദിനും പാർട്ടികളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കോഫി ഫ്ലേവറോട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലറ്റിനോ ഒന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 200 ഗ്രാം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്രിട്ടാനിയയുടെ ചോക്ലേറ്റും നട്ട്സും കൂടെ മിക്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് എടുത്തത്. നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഏത് ടീ ബിസ്ക്കറ്റ് വേണമെങ്കിലും, മേരി ബിസ്ക്കറ്റോ ഡൈജസ്റ്റീവോ ചോക്ലേറ്റോ ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാം. ആദ്യം നമുക്കിതൊന്ന് തരിതരിപ്പായി ഒന്ന് പൊടിച്ചെടുക്കാം. അധികം പൗഡർ രൂപത്തിലാവണ്ട, ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് നട്ട്സൊക്കെ മിക്സ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് കുറച്ചും കൂടെ നല്ലൊരു ക്രഞ്ചി ആയി കിട്ടും. ബിസ്ക്കറ്റ് ഞാനിപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് ഉരുക്കി വെച്ച ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പുഡിംഗ് ട്രേയിലേക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. വലിയ ട്രേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ചെറുതാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അളവ് നോക്കിയെടുത്താൽ മതി. ബിസ്ക്കറ്റും ബട്ടറും കൂടെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറായി നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ബേസാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി കൈ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേസ് കിട്ടിക്കോളും. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ചേരുവകളൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സെക്കൻഡ് ലെയറായി കൊടുക്കുന്നത് ഒരു കോഫി കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സോസ് പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്രീം കാരമലിൻ്റെ 2 പാക്കാണ്. ഈ ഒരു പാക്കറ്റിൽ വരുന്നത് 50 ഗ്രാമിൻ്റെ ഒരു കസ്റ്റാർഡ് മിക്സും പിന്നെ 21 ഗ്രാമിൻ്റെ ഒരു കാരമൽ ടോപ്പിങ്ങും ആണ്. ഇതേപോലെയുള്ള 2 പാക്കാണ് ഞാൻ ഈ പാലിലേക്ക് ചേർക്കുന്നത്. ഈ ക്രീം കാരമലിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കൂടെ വരുന്ന ഈ കാരമൽ സിറപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ പുഡിങ്ങിന് നല്ലൊരു കോഫി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. സ്റ്റൗ കത്തിക്കാതെയാണ് ഞാനിപ്പോൾ ഈ എല്ലാ ചേരുവകളും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം. ചെറിയ തീയിലാക്കി നമ്മൾ സാധാരണ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായി ഇത് കട്ടയിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം കട്ടിയിലല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടാറുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിൽ വന്നോളൂ. ഇതിൽ ചെറുതായി കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ കാരമൽ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ബിസ്ക്കറ്റ് ലെയറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാം. ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ മേലേക്ക് ഒഴിക്കുന്നത്. പിന്നെ അധികം ചൂടാറാൻ നിൽക്കണ്ട കേട്ടോ. ഈ ഒരു ലെയർ നല്ല സ്മൂത്തായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാം. സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചെറിയൊരു ടോപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊന്ന് തണുക്കാനും ചെറുതായൊന്ന് സെറ്റ് ആവാനും വേണ്ടി ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഏറ്റവും മേലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റും 1/2 കപ്പ് ക്രീമും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറിയ തീയിലാക്കി ഇത് ഉരുക്കിയെടുക്കാം. ഇനി ക്രീം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രം ഒന്ന് മൈക്രോവേവ് ചെയ്ത് ഉരുക്കിയെടുത്താൽ മതി. ബട്ടർ ഉണ്ടെങ്കിൽ ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റാക്കി എടുത്താലും മതി. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായി അതേപോലെ പുഡിംഗ് ലെയറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും, സെമി സീഡ് ചോക്ലേറ്റ് ചിപ്സോ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്കൊക്കെ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച സെക്കൻഡ് ലെയറിൻ്റെ മേലെ ചൂടാറിയതിന് ശേഷം മെല്ലെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിന്നായിട്ടുള്ള ലെയറാണ്.
ഇപ്പോൾ നമ്മുടെ കോഫി ക്യാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂറെങ്കിലും നന്നായി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ എത്രയും കൂടുതൽ സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നോ നന്നായി തണുക്കുമ്പോൾ അത്രയും ടേസ്റ്റും കൂടി കിട്ടും. ഇപ്പോൾ നമ്മുടെ കോഫി ക്യാരമൽ അല്ലെങ്കിൽ കോഫി കസ്റ്റാർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേലെ ഞാൻ ഒരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഡിങ്ങിൻ്റെ മേലെ ഫുള്ളായും കവർ ചെയ്യുന്ന രീതിയിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൈന ഗ്രാസോ ജലറ്റിനോ ക്രീമോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. തയ്യാറാക്കി നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കണൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്തിടാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്